യെസ്, ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫ്വാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് സഫ്വാൻ, ഇന്ന് മാർക്കറ്റിന്റെ ഒരു തുടക്കഘട്ടത്തിലെ പെർഫോമൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്നും ഒരു റീബൗണ്ട് ചെയ്യാനായിട്ട് മാർക്കറ്റിനും എസ്പെഷ്യലി പല സെക്ടേഴ്സിനുമായിട്ടുണ്ട്. അതിൽ എടുത്തു ചോദിക്കുന്നത് IT ഇൻഡെക്സ് തന്നെയാണ്. 3% കൂടുതലായിരുന്നു തുടക്കത്തിലെ ഒരു ഇടിവ്. ഇപ്പോൾ അത് ഒരു 2.48% അടുത്ത് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ മാർക്കറ്റിനെ ഒന്ന് വിലയിരുത്തേണ്ടത്, എസ്പെഷ്യലി IT ഇൻഡെക്സ്? ജാസ്മിൻ സൂചിപ്പിച്ച പോലെ IT ഇൻഡെക്സിൽ ഇന്നൊരു പാനിക് സെല്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. IT സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 34,265 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. റീസെന്റ് ആ ഒരു ലെവലിൽ നിന്നാണ് ഒരു പ്രോപ്പർ ബോട്ടം ഫോർമേഷൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അങ്ങനെ പ്രോപ്പർ റീടെസ്റ്റ് ആണ് അവിടുന്ന് ലഭിക്കുന്നതെങ്കിൽ 38,436 എന്നത് ഒരു ഷോർട്ട് ടേം ടാർഗറ്റായി ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. ഇനി IT മേഖലയിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന രണ്ട് സ്റ്റോക്സ് മോസ്റ്റിപ്പും അതുപോലെ നെറ്റ്വെബും. ഈ മോസ്റ്റിപ്പ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് എന്നതിലുപരി ഈ ഒരു സ്റ്റോക്ക് റീസെന്റ് ലിസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. എക്സാക്ട് പറഞ്ഞെങ്കിൽ 5th ഫെബ്രുവരിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂസ് കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ സെക്കൻഡ് സെപ്റ്റംബറിലാണ് ഒരു മൊമെന്റം ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിന് കണ്ടിന്യൂസ് എക്സ്പ്ലോസീവ് മൂവ്മെന്റും ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ടായി. കറന്റ് ഒരു പ്രൈസ് കോൺട്രാക്ഷൻ പാറ്റേൺ ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും 275 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് നെറ്റ്വർക്ക് ടെക്നോളജീസ് ആണ്. ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്ന് IT ഇൻഡെക്സിൽ ഒരു പാനിക് സെല്ലിംഗ് നടന്നെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്ക് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4.81% മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. കൂടാതെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 21 ഓഗസ്റ്റിലാണ് ഒരു ഹൈ ഡിമാൻഡ് സോണിൽ പ്രോപ്പർ റീടെസ്റ്റ് ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ഏകദേശം 50%-ലധികം മൂവ്മെന്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കറന്റ് ഈ ഒരു സ്റ്റോക്ക് വീണ്ടും ഒരു പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. റീസെന്റ് സപ്പോർട്ടായ 3163 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഏകദേശം 0.23% ഇടിവാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഒരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഫോം ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ 18,540 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ 19,161 എന്നത് ഒരു ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മിഡ് ക്യാപ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഈ മണിക്കൂറിൽ ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം മിഡ് ക്യാപ് ഇൻഡെക്സിൽ ബോട്ടം ലെവലിൽ ഏകദേശം 55,979 എന്ന ലെവലിൽ നിന്നും ഒരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഫോം ചെയ്തത്. എക്സാക്ട് പറയുകയാണെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേണിന് ശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു ഈ ഒരു മേഖലയിലും ഫോം ചെയ്തിട്ടുള്ളത്. കറന്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മിഡ് ക്യാപ് ഓഹരികളിലും കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കറന്റ് 25,255 എന്ന ലെവലിൽ ഹോൾഡ് ചെയ്യുന്ന നിഫ്റ്റിയാണ് കാണാൻ സാധിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി കറക്ഷൻ ആയി മാത്രമേ മാർക്കറ്റിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ഇനി 25,255 എന്ന മേഖല ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ 24,917 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മണിക്കൂറിൽ 0.23% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേ ലോ ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അത് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ടെക്നിക്കലി സ്ട്രോങ്, അതായത് ഒരു ഷോർട്ട് ടേം മൊമെന്റും കാണാൻ സാധിക്കുന്നത്. റീസെന്റ് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് ബൈയിങ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് 2.95% കുതിപ്പ് തുടരുമ്പോൾ HDFC ലൈഫിലും 1.13% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ SBI ലൈഫ്, ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ എന്നീ ഓഹരികളിലെല്ലാം 1%-ലധികം മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര 3.65% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇൻഫോസിസ്, HCL ടെക് എന്നീ ഓഹരികളിലും 1%-ലധികം സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വിപ്രോ, TCS എന്നീ ഓഹരികളിലും 2%-ലധികം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പ്രകടമാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 0.23% മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ഗെയിനറായി പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.73% മുന്നേറ്റവും ബാങ്ക് ഓഫ് ബറോഡ 0.37% മുന്നേറ്റവും കാഴ്ചവെക്കുന്നു. അതുപോലെ കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസസിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 0.3% സെല്ലിംഗ് പ്രഷർ തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇനി മീഡിയ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ഗെയിനറായി സി എന്റർടൈൻമെന്റ് 1.95% കുതിപ്പ് തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസേഴ്സിൽ ഹാത്വേ കേബിൾ 0.73% ഇടിവും ഡെൻ നെറ്റ്വർക്ക്സ് 0.5% ഇടിവും രേഖപ്പെടുത്തുന്നു. ഇനി ഓട്ടോ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 0.17% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഹീറോ മോട്ടോ കോർപ്പ് 1.27% മുന്നേറ്റവും അപ്പോളോ ടയേഴ്സ് 1% മുന്നേറ്റവും കാഴ്ചവെക്കുന്നു. അതുപോലെ എക്സൈഡ് ഇൻഡസ്ട്രീസ്, ബജാജ് ഓട്ടോ, TVS മോട്ടോർ എന്നീ ഓഹരികളിലും നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. ഇനി സെക്ടോറിയൽ ഇൻഡീസസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മീഡിയ സെക്ടറിൽ കണ്ടിന്യൂസ് കൺസോൾട്ടേഷൻ ഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് 0.27% മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും 1675 എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി മീഡിയ സെക്ടറിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത് മറികടന്നാൽ മാത്രമേ ഒരു മൊമെന്റ് റാലി എക്സ്പെക്ട് ചെയ്യൂ. അല്ലാത്ത പക്ഷം ഈ ഒരു സോൺ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ വിലയിരുത്തപ്പെടുന്നത്. ഇനി ഓട്ടോ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.19% മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. 27,419 എന്ന മേഖല മറികടക്കുകയാണെങ്കിൽ ഒരു മൊമെന്റം ബസ്റ്റ് ഈ ഒരു മേഖലയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം 25,572 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി PSU ബാങ്കിൽ നോക്കുകയാണെങ്കിൽ കറന്റ് ടെക്നിക്കലി ബുള്ളിഷ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് PSU ബാങ്ക്. ഏകദേശം 0.31% മുന്നേറ്റമാണ് ഈ ഒരു മേഖലയിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ളത്. റീസെന്റ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാനിൽ എക്സാക്ട് പറയുകയാണെങ്കിൽ 7246 എന്ന റേഞ്ച് ബ്രേക്ക്ഔട്ട് ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 17th സെപ്റ്റംബറിലാണ് ഒരു ബ്രേക്ക്ഔട്ട് മൊമെന്റം ക്യാനിൽ ഫോം ചെയ്തത്. അതിനുശേഷം പ്രോപ്പർ ഫോളോ ത്രൂ റാലിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു മേഖല വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. ഇനി എനർജി മേഖല നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോസീവ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന എനർജി മേഖലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് 26 ഓഗസ്റ്റിലാണ് ഒരു ഷേക്ക് ഔട്ട് ക്യാനിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് റാലിയാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി ബുള്ളിഷ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖലയും ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ടാർഗറ്റായി 37,000 എന്നത് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. ഇനി അടുത്തതായി ഫാർമ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏകദേശം 0.79% പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫാർമ സെക്ടറിൽ ഫോം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖലയിൽ ട്രേഡ് ചെയ്യുന്നത്. 22,372 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ലെവലിൽ നിന്നായിരുന്നു റീസെന്റ് ബ്രേക്ക്ഔട്ട് ക്യാനിൽ ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു റീടെസ്റ്റ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്കായ എയ്തർ എനർജിയിൽ ഏകദേശം 3.68% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റീസെന്റ് 20th ഓഗസ്റ്റിൽ ഒരു മദർ ക്യാനൽ ഫോം ചെയ്ത് കണ്ടിന്യൂസ് ബേബി ക്യാനൽസ് ഫോം ചെയ്ത് അതിനുശേഷം കണ്ടിന്യൂസ് അപ്സ്റ്റർ റാലിയാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂഷൻ ആണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 10th സെപ്റ്റംബറിൽ ഒരു മദർ ക്യാനൽ ഫോം ചെയ്ത് കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ അതായത് ബേബി ക്യാനൽസ് ഫോം ചെയ്ത് ഇപ്പോൾ ഒരു പ്രോപ്പർ ഫോളോ ത്രൂ റാലിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റിൽ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവസാനമായി ലാസ്റ്റ് സ്ട്രോങ് മൂവേഴ്സിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ 60 ആണ് കാണാൻ സാധിക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് നമ്പർ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീണ്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയ ആക്ഷൻസ് ലഭിക്കും എന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ.